മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. വളരെ വളരെ നല്ല എക്സലന്റ് മെസ്സേജസ് ആർ കമ്മിങ് ത്രൂ വാട്സപ്പ്. നല്ല മെസ്സേജുകൾ വാട്സപ്പിലൂടെ വരുന്നുണ്ട്. ഒരു വ്യക്തി അയച്ചു തന്ന സന്ദേശമാണിത്. അവർ മുസ്ലിം ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ആർ നോട്ട് ഹാപ്പി. ലോകത്തിൽ ജീവിക്കുന്ന മുസ്ലിം സഹോദരി സഹോദരന്മാര്, നമ്മുടെ സഹോദരി സഹോദരന്മാര് മുസ്ലിങ്ങള്, അവർ സന്തുഷ്ടരല്ല. ഐ ആക്ച്വലി ഫീൽ വെരി സാഡ് ഫോർ ദിസ് ആസ് എ ഹ്യൂമൻ ബീയിങ്. ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ ഞാനിതിൽ വളരെയേറെ ദുഃഖിക്കുന്നു. ദേ ആർ നോട്ട് ഹാപ്പി ഇൻ ഗാസ. അവർ ഗാസയിൽ സന്തുഷ്ടരല്ല. ദേ ആർ നോട്ട് ഹാപ്പി ഇൻ ഈജിപ്ത്. ഈജിപ്തിൽ സന്തുഷ്ടരല്ല. ദേ ആർ നോട്ട് ഹാപ്പി ഇൻ ലിബിയ. ലിബിയയിൽ സന്തുഷ്ടരല്ല. ദേ ആർ നോട്ട് ഹാപ്പി ഇൻ മൊറോക്കോ. നോട്ട് ഹാപ്പി ഇൻ ഇറാൻ, ഇറാഖ്, യമൻ, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, സിറിയ, ലെബനാൻ. ഈ രാജ്യങ്ങളിലൊന്നിലും അവർ സന്തുഷ്ടരല്ല. Let us find the reason why. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? So where are they happy? അത് മാത്രമല്ല, അവർ എവിടെയാണ് സന്തുഷ്ടര്? They are happy in Australia. They are happy in England, France, Italy, Germany, Sweden, USA and Canada. And they are happy in India. അടുത്തത്, they are happy in almost every country that is not Islamic country. ഇസ്ലാമിക് രാജ്യമല്ലാത്തയിടത്ത് അവർ സന്തുഷ്ടരാണ്. ആൻഡ് ഹൂ ഡു ദേ ബ്ലെയിം? അവർ ആരെയാണ് ബ്ലെയിം ചെയ്യുന്നത്? നോട്ട് ഇസ്ലാം. ഇസ്ലാമിനെ അല്ല അവർ ബ്ലെയിം ചെയ്യുന്നത്. എല്ലാവരും ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ പഠിക്കുന്നവരാണ്. നോട്ട് ദെയർ ലീഡർഷിപ്പ്. അവരുടെ ലീഡേഴ്സിനെ അല്ല ബ്ലെയിം ചെയ്യുന്നത്. നോട്ട് ദംസെൽഫ്. അവരെയും ബ്ലെയിം ചെയ്യുന്നില്ല. ദേ ബ്ലെയിം ദ കൺട്രീസ് ദേ ആർ ഹാപ്പി ഇൻ. മുസ്ലിങ്ങൾ എവിടെയാണോ സന്തുഷ്ടരായിട്ട് ജീവിക്കുന്നത് ആ രാജ്യത്തെയാണ് അവര് വിമർശിക്കുന്നതും ബ്ലെയിം ചെയ്യുന്നതും. ആൻഡ് ദേ വാണ്ട് ടു ചേഞ്ച് ദ കൺട്രീസ് ദേ ആർ ഹാപ്പി ഇൻ. എവിടെയാണോ അവർ സന്തുഷ്ടരായിരിക്കുന്നത് ആ രാജ്യത്തിൽ മാറ്റം വരുത്താനാണ് അവർ പ്രയത്നിക്കുന്നത് മുഴുവനും. ടു ബി ലൈക്ക് ദ കൺട്രീസ് ദേ കെയിം ഫ്രം വെയർ ദേ വേർ അൺഹാപ്പി. അവർ ഏത് രാജ്യത്തിൽ നിന്നാണോ വന്നത് അവിടെ അവർ സന്തുഷ്ടരല്ല. പുറത്ത് വന്ന് ഏത് രാജ്യത്തിലാണോ അവർ പുതിയതായിട്ട് താമസിക്കുന്നത് ആ രാജ്യത്തെ അവർ വന്ന രാജ്യം പോലെ ആക്കി തീർക്കാൻ അവർ ശ്രമിക്കുന്നു. അടുത്ത വരികൾ നോക്കാം. ബുദ്ധിസ്റ്റ് ലിവിംഗ് വിത്ത് ഹിന്ദുസ്, നോ പ്രോബ്ലം. ബുദ്ധമതക്കാരെ ഹിന്ദുക്കളുമായി ചേർന്ന് ജീവിക്കുന്നു, ഒരു പ്രോബ്ലം ഇല്ല. ഹിന്ദുസ് ലിവിംഗ് വിത്ത് ക്രിസ്ത്യൻസ്, നോ പ്രോബ്ലം. ക്രിസ്ത്യൻസ് ലിവിംഗ് വിത്ത് ഷിൻഡോസ്, നോ പ്രോബ്ലം. ഷിൻഡോസ് ലിവിംഗ് വിത്ത് കൺഫ്യൂഷ്യൻസ്, നോ പ്രോബ്ലം. കൺഫ്യൂഷ്യൻസ് ലിവിംഗ് വിത്ത് ബഹായിസ്. കൺഫ്യൂഷ്യൻസ് ബഹായിമാരുമായിട്ട് ചേർന്ന് ജീവിക്കുന്നു, നോ പ്രോബ്ലം. ബഹായിസ് ലിവിംഗ് വിത്ത് ജ്യൂസ്, ജൂതന്മാരുമായിട്ട് ചേർന്ന്, നോ പ്രോബ്ലം. ജ്യൂസ് ലിവിംഗ് വിത്ത് എത്തിസ്, ജൂതന്മാര് നിരീശ്വരവാദികളുമായിട്ട് ചേർന്ന് ജീവിക്കുന്നു, നോ പ്രോബ്ലം. എത്തീസ് ലിവിംഗ് വിത്ത് ബുദ്ധിസ്റ്റ്, നിരീശ്വരവാദികൾ ബുദ്ധമതക്കാരുമായിട്ട് ചേർന്ന് ജീവിക്കുന്നു, നോ പ്രോബ്ലം. ബുദ്ധിസ്റ്റ് ലിവിംഗ് വിത്ത് സിഖ്, ബുദ്ധമതക്കാര് സിഖുകാരുമായിട്ട് ചേർന്ന് ജീവിക്കുന്നു, നോ പ്രോബ്ലം. സിഖ്സ് ലിവിംഗ് വിത്ത് ഹിന്ദുസ്, നോ പ്രോബ്ലം. ഹിന്ദുസ് ലിവിംഗ് വിത്ത് ബഹായിസ്, നോ പ്രോബ്ലം. ബഹായിസ് ലിവിംഗ് വിത്ത് ക്രിസ്ത്യൻസ്, നോ പ്രോബ്ലം. ക്രിസ്ത്യൻസ് ലിവിംഗ് വിത്ത് ജ്യൂസ്, നോ പ്രോബ്ലം. ജ്യൂസ് ലിവിംഗ് വിത്ത് ബുദ്ധിസ്റ്റ്, ജൂതന്മാർ ബുദ്ധിസ്റ്റുമാരുമായി ചേർന്ന് ജീവിക്കുന്നു, നോ പ്രോബ്ലം. ബുദ്ധിസ്റ്റ് ലിവിംഗ് വിത്ത് ഷിൻഡോസ്, നോ പ്രോബ്ലം. ഷിൻഡോസ് ലിവിംഗ് വിത്ത് എത്തീസ്, ഷിൻഡോസ് നിരീശ്വരവാദികളുമായിട്ട് ചേർന്ന് ജീവിക്കുന്നു, നോ പ്രോബ്ലം. എത്തീസ് ലിവിംഗ് വിത്ത് കൺഫ്യൂഷ്യൻസ്, എത്തീസ് കൺഫ്യൂഷ്യൻസുമായിട്ട് ചേർന്ന് ജീവിക്കുന്നു, നോ പ്രോബ്ലം.
Confucians living with the Hindus. Confucians ഹിന്ദുക്കളുമായി ചേർന്ന് ജീവിക്കുന്നു. No problem. Muslims living with the Hindus. Problem. Muslims living with the Buddhists. Problems are there. Muslims living with the Christians. Problems are there. Muslims living with the Jews. Problem. Muslims living with the Sikhs. Problem. Muslims living with the Baha'is. Problem. Muslims living with the Shintos. Problem. Muslims living with the atheists. Problem will be there. Muslims living with the Muslims. Very big problem. Why it is happening? എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? വളരെ ചിന്തോദ്ദീപമായിട്ടുള്ള പിന്നെ അടുത്തൊരു വരിയാണ് worth thinking upon. A very dear Muslim friend of mine has sent me this. വളരെ നന്നായിട്ട് അത് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ കൂട്ടത്തിൽ എഴുതിയിരിക്കുന്നത് there are 3 lakh mosques in India. 3 ലക്ഷം മോസ്കുകൾ ഇന്ത്യയിലുണ്ട്. No other country in the world has this many mosques. There are only 24 functioning churches. Closed churches അല്ല, functioning churches. There are only 24 functioning churches in Washington. 71 functioning churches in London. 68 functioning churches in the city of Milan, Italy. While Delhi alone, there are 271 functioning churches. And you call a Hindu communal. ഹിന്ദുവിനെ ഒരു കമ്മ്യൂണൽ ആയിട്ട് വിളിക്കും. Further, I have not come across an Indian Muslim opposing IS ideology and ideas. ISന്റെ ഐഡിയകളെ എതിർക്കുന്ന, സീരിയസ് ആയിട്ട് എതിർക്കുന്ന ഒരു മുസ്ലിമിനെയും ഞാൻ കണ്ടിട്ടില്ല. But we have millions and millions of Hindus who are opposing the views of RSS. RSSന്റെ വ്യൂസിനെ എതിർക്കുന്ന ദശലക്ഷക്കണക്കിന് ഹിന്ദുക്കളെ ഞാൻ കണ്ടിട്ടുണ്ട്. I have not seen any Muslim holding party on Holi or Diwali festivals for Hindus. മുസ്ലിം ഹിന്ദുക്കൾക്ക് വേണ്ടി ഒരു ഫീസ്റ്റ്, ദീപാവലി ഫീസ്റ്റോ മറ്റേതെങ്കിലും ഫീസ്റ്റോ സംഘടിപ്പിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. But have seen Hindus holding iftar party for Muslims. ഹിന്ദുക്കളും മുസ്ലിങ്ങൾക്ക് വേണ്ടി ഇഫ്താർ പാർട്ടി സംഘടിപ്പിക്കുന്നത് ധാരാളമായിട്ട് കണ്ടിട്ടുണ്ട്. I saw Indian flags being burned in Kashmir by Indian Muslims. ഇന്ത്യൻ മുസ്ലിങ്ങൾ ഇന്ത്യൻ ദേശീയ പതാക കാശ്മീരിൽ കത്തിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. But never saw an Indian Muslim burning Pakistan flag. ഭാരതത്തിലെ ഒരു മുസ്ലിം പാകിസ്ഥാൻ കൊടി കത്തിക്കുന്നത് ഇന്നുവരെ കണ്ടിട്ടില്ല. I have seen Hindus wearing topis and visiting masjid. ധാരാളം ഹിന്ദുക്കൾ തൊപ്പിയിരിച്ച് മുസ്ലിം പള്ളികൾ സന്ദർശിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. But I have never seen or heard an Indian Muslim applying tilak on his forehead and visiting temples. മുസ്ലിങ്ങൾ നെറ്റിയിൽ കുങ്കുമം ചാർത്തിയിട്ട് അമ്പലം വിസിറ്റ് ചെയ്യുന്നത് ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല. This is called Hindu tolerance and respect for other religious community. It is my humble request to share this message with your friends and near and dear. Please, if you agree, then let it go to everyone who loves Muslims, who loves Hindus, who loves Christians, who loves India, and who loves the people in the world. വളരെ നന്നായിട്ടുള്ള ഒരു മെസ്സേജ് ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചത്. പ്രണാമം, നമസ്കാരം. എല്ലാ മുസ്ലിങ്ങളും ഇതൊന്ന് ചിന്തിക്കുകയും അത് ചർച്ച ചെയ്യുകയും നന്മയിലേക്ക് വരികയും അവരും ലോക പൗരന്മാരായിട്ട് തീരുകയും ചെയ്യണം. പ്രണാമം, നമസ്കാരം.